നാണം, മാനം, ഉളുപ്പ് ഇതൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെയാണ്. അതായത് വെറും ഒരു ഓട്ടോക്കാരൻ, ഏതോ ടൗണിലുള്ള ഒരു ഓട്ടോക്കാരൻ, കല്യാണ ബ്രോക്കർ, പിന്നെ സ്ഥലത്തിൻ്റെ ബ്രോക്കർ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പണിയൊക്കെ എടുത്ത് കുറച്ച് വണ്ടിയൊക്കെ ഓടി നിൽക്കുന്ന ഒരു മുരാരി, ആ ബാബുവേട്ടൻ വലിയ ജ്യോതിഷനായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. ഇന്നലെ ആ പഹയം ചെയ്ത പണി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യത്തെ അടി കൊടുക്കേണ്ടതില്ലേ ആ തള്ളക്കാണ് നടന്നത്. ആ തള്ളക്ക് നമ്മളെ ചൊറിയം കൊടുത്തില്ലേ, ഈ മറ്റേ ആ ചപ്പെടുത്തിട്ട് ഇങ്ങനെ മറ്റേ സിനിമയിലാക്കുന്നില്ലേ, മറ്റേ നമ്മളെ ആക്ഷൻ ഹീറോ ബിജുവിൽ, അതേപോലെയാണ് ആ തള്ളേൻ്റെ മേലെ ഇങ്ങനെ ആക്കണമായിരുന്നു. അല്ല, തലക്ക് വെളിവുള്ള ആരെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ എൻ്റെ മകൾ പഠിക്കുന്നില്ല, പഠിക്കാൻ വളരെ പിന്നോട്ടാണ്, 5ാം ക്ലാസ് പാസ്സാകാതെ വാവാട്ടിൻ്റെ അടുക്കാന്ന് കൊണ്ടുപോയിട്ട് പഠിക്കുന്നില്ല എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അവരെ തലക്കകത്ത് എന്താണോ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ കുറേ ടീമുണ്ട് ഇങ്ങനെ ജ്യോതിഷം നോക്കിയിട്ട്, ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് കാല് വെക്കുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കാല് പിന്നോട്ടിനെ വെക്കും. അതായത് ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് വെക്കൂല. രാഹു ആകുന്നവരിങ്ങനെ നിൽക്കുമായിരുന്നു. കഴിഞ്ഞടാ, ഇതാരാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് നമ്മളിപ്പോഴും എന്ന് പറഞ്ഞാൽ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കല. നമ്മുടെ നാട്, അതായത് ലോകം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നടന്നിട്ട് ഇപ്പം പുറകോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കലാണ് നടന്നത്. അതാ നമ്മളെ നാട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാതെ തലക്ക് വെളിവിൽ ആരെങ്കിലും ഈ ഒരു പണി ചെയ്യോ? ഒരു മുരാരി ബാബു പറയുന്നത് എൻ്റെ റൂമിലേക്ക് കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് തള്ളിയോട് പുറത്തിരിക്കാൻ വേണ്ടി പറയുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. എന്നാൽ ഈ തള്ളക്ക് വല്ല ഇത് വേണ്ടേ, ഞാനും കൂടി വരാം, എൻ്റെ മോളെ പഠിപ്പിക്കുമ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി വരാമെന്ന് പറയണ്ടേ? അതൊട്ടുമില്ല. മാഷന്മാരെ വിശ്വാസമില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വാസവുമില്ല. വിശ്വാസം ആരെയാണ്? ജ്യോതിഷനെയാണ്. ഈ ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്ന് ഇവരെല്ലാം വിചാരിക്കുന്നത്. ജ്യോത്സ്യം പറയുന്നത് നാളെ 1ാം റാങ്ക് മേടിക്കും തന്നെ അവർ 1ാം റാങ്ക് തന്നെ. അതാണ് ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആയിരിക്കോ അവർ പഠിച്ചിട്ട് പാസ്സാകുന്ന അവർക്ക് ഒരു വിലയുമില്ല. പഠിച്ച് പാസ്സാകുന്നവർ വെറും വേസ്റ്റ്. ഇതെല്ലാം കൊണ്ടുപോകുന്ന ക്രെഡിറ്റ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ നമ്മൾ കഷ്ടപ്പെട്ട് വീട് വെക്കുമ്പോൾ എന്നിട്ട് ആ ക്രെഡിറ്റ് മുഴുവൻ സ്വാമിമാരാണ് കൊണ്ടുപോകുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനത്തിന് ഒരു വിലയില്ലാതാക്കലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കൃഷിയാണെന്ന് കരുതിയിട്ട് ഇപ്പം എല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 135 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുസ്തകം കിട്ടും, ജ്യോത്സ്യൻ്റെ ഒരു പുസ്തകം കിട്ടും. അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമ്മൾ വായിച്ചാൽ മതി. ഒരു വകയില്ല വിഷമമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വരുമ്പോൾ അയാളെ മുഖത്തുണ്ടാകും. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ നട്ടം തിരിഞ്ഞിട്ടായിരിക്കും ഇവൻ ജ്യോത്സ്യൻ്റെ അടുത്ത് വരുന്നത്. ജ്യോത്സ്യൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ജ്യോത്സ്യൻ അറിയാം ഇവന് കടം കൊണ്ട് നിൽക്കക്കള്ളിയിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലങ്ങ് പിടിച്ച് കയറാം. മോനെ നല്ലോണം ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, എനിക്കൊരു 9 ലക്ഷം ഉറുപ്പ്യ കടമുണ്ട് എന്ന് പറയും. പിന്നെ അതിൽ പിടിച്ച് കയറിയാൽ മതി. പിന്നെ അവരുടെ കുടുംബചരിത്രം എങ്ങനെയായിരിക്കും, അവൻ്റെ കുടുംബം എങ്ങനെയാണെന്ന്, മക്കൾ എങ്ങനെയാണെന്ന് എല്ലാം അവനെ കൊണ്ട് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. എന്നാൽ കഷ്ടകാലത്തിന് ഇവനെങ്ങാനും നന്നായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ പൈസയും മേടിക്കും. ഇത് തന്നെയാണ് നടക്കുന്നത്. എന്തിനധികം ഒരു ദിവസം ഈ ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്. അയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ ഡെയിലി 2 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാമായിരുന്നു. കാരണം അത്രയും കോളുകൾ, പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള കോളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ പ്രശ്നം തീർക്കണം. നമ്മളെ പ്രശ്നം തീർക്കാൻ ഒരു ജ്യോത്സ്യനെ കൊണ്ടും കഴിയില്ല മക്കളെ. നമ്മുടെ ആർക്കെങ്കിലും പഠിത്തത്തിന് വൈകല്യം ഉണ്ടെങ്കിൽ അതിന് ഡോക്ടറെ കാണുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനസമാധാനത്തിൽ പഠിക്കാൻ വിടുക, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോത്സ്യൻ്റെ അടുക്ക പോയിട്ട് മറ്റേ ഇതും കാണിച്ചു കൊടുത്ത് ജ്യോത്സ്യൻ പറയുന്നത് എൻ്റെ റൂമിലേക്ക്. പണ്ട് നമ്മളെ സന്തോഷേട്ടൻ സ്വാമീൻ്റെ ആയിരുന്നു. ഈ സന്തോഷേട്ടൻ എന്നാൽ ഇത് അറിയാം, ഈ നടിമാരോടെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തുണി ഇല്ലാണ്ട് നിൽക്കണമെന്ന്. നാരി പൂജ എന്നാവില്ല ഇതിൻ്റെ പേര്. പല പ്രശസ്തമായ വ്യക്തികളും അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തലക്ക് വെളിവില്ലാത്ത കുറേ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, നല്ല വിദ്യാഭ്യാസമുള്ള ടീമാണ്. പോയിട്ട് സന്തോഷ് മാധവൻ്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ ഉടുതുണിയും പൊക്കിയിട്ട് നിന്നത്. എന്നിട്ട് അതിൻ്റെ പേര് നാരി പൂജ എന്ന് പോലും. എന്തൊരു മനുഷ്യന്മാരോടോ ഇത്. എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ അയ്യോ ഇയാൾ സ്വാമിയല്ലേ എന്നല്ല. ഇതാണ് നമ്മളെ നാട്. നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നീ ആരാടാ അത് പറയാം, നിൻ്റെ കാര്യം നോക്കിയാൽ പോരേടാന്നൊക്കെ കുറേ എണ്ണം പറയുന്നുണ്ടാകും. അങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഭൂമിയിൽ ഭാരമായിട്ട് ഇന്നെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. കണ്ട കാര്യങ്ങൾ നമ്മൾ പറയും. നാളെ ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടുമെങ്കിൽ, നാളെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യം പറയുന്നത് എൻ്റെ കഴിവുകൊണ്ടാ 1ാം റാങ്ക് വാങ്ങിച്ചിനാ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ വർഷം മുതൽ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ആൾക്കാർ ഒഴുകലായിരിക്കും കുട്ടികളെയും കൊണ്ട്. എന്തിനാ അറിയാം, ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നാട്ടിലൊക്കെയാണ് നമ്മളിത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരെയൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ പോകുന്നു ഇതൊക്കെ. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്.
ഇത് കാണുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ചിരിയാണ് വരുന്നത്. വെറും മരമണ്ടന്മാരായ കുറേ ആൾക്കാർ, ഇതിൻ്റെ അകത്ത് വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണക്കാരായ ആൾക്കാർ വരെ ഉണ്ട് എന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളാന്ന്. വെറും ഒരു മുളം വടി കൊണ്ട് യേശു ഉപയോഗിച്ച മുളംപടിയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫീസർമാരെ പറ്റി ഞങ്ങൾക്ക് ഓർമ്മയില്ല. കൊച്ചിയിൽ നടന്നിയാന്ന് വെറും ഒരു മുളം കല്ല് ഏടുന്നോ കൊണ്ടുവന്നെയാന്ന് മുളം കമ്പ്. ആ മുളം കമ്പ് ഇതാ യേശു ഉപയോഗിച്ചാണ്, ഇത് അംശപടിയാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ അങ്ങ് പറയല. അത് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവിടെയില്ല അഭ്യസ്തര വിദ്യരായ ഒരുപാട് ഓഫീസർമാർ. ഇതാണ് നമ്മളെ നാട്. അപ്പം നമ്മളെ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിടിയിലാണ്. ഇതിൽ നിന്നും മനുഷ്യന്മാർക്ക് മോചനമില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരെ മോചിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വല്ല തട്ടും കിട്ടുമ്പോൾ മാത്രമാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാട്ടോ നിങ്ങളോട്. ഇയാളെടുത്ത് പോയിട്ട് എത്ര പേര് ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം, ഇതാരും അറിയണ്ട, ഇനി നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് കരുതിയിട്ട് നല്ല വലിയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്, എന്നാൽ അത് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകണ്ടേ. ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ പോയതാണ്. അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു നഗ്നപൂജ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവിന് ആരോഗ്യം വീണ്ടും കിട്ടുമെന്ന്. ആ സ്ത്രീയാണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു പറഞ്ഞ്. അതാണ് മനസ്സിലായി. അതിലും നല്ലത് എന്നാണ് ആ ഭർത്താവ് എങ്ങനെയെങ്കിലും ചത്തുപോകുന്നതെന്ന് ഞാൻ പറയില്ല പറഞ്ഞ്. ഇത്രയും ഗതികെട്ടൊരു ഭർത്താവ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലിപ്പോഴും നടക്കുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള കുറേ ടീമുകൾ, പിന്നെ അവിഹിത ടീമുകൾ വേറെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും ഒരു ഭയവും ഇല്ലടോ. അതാണ് ഏറ്റവും വലിയ രസം. പണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ഭയമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ 5-10 വർഷം പോയി. ഇന്ന് അതൊന്നല്ല, ഇന്നൊരു ഭയവും ഇല്ല. കാരണം എന്താ പറയുക, അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വക്കീലന്മാർ ഇതുകൊടുത്ത് നിൽക്കല്ലേ ജാമ്യത്തിന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ ഭയവും ഇല്ല. ഇപ്പം ഈ ജ്യോതിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം ജയിലിലുണ്ടാകും. അത് കഴിഞ്ഞ് ഇവൻ ഇറങ്ങും, ഇവൻ പഴയ പടി തന്നെ ഇത് തുടങ്ങും. അപ്പോഴെല്ലാവരും പറയുന്നതായിരിക്കും നിര ഇനി അടുത്ത പിടിച്ചിട്ടാകുമ്പോൾ അതായത് ഇതേ കിടക്കുന്ന അവനെ പണ്ടൊരിക്കൽ പിടിച്ചതാണ് എന്നിട്ട് വെറുതെ വിട്ടിയാന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എൻ്റെ പൊന്നു മക്കളെ. അതായത് ഒരുത്തനും നിങ്ങളെ നന്നാക്കാൻ പറ്റൂല. നിങ്ങൾ നന്നാകണമെങ്കിൽ നിങ്ങൾ തന്നെ പണിയെടുക്കണം. ആ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സയാണ് നേടേണ്ടത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ഇതുപോലെ പൂജയും നിത്യശാന്തിയും ലോകശാന്തിയും ഒക്കെ ആയിട്ട് നടക്കുന്ന വീട്ടിൽ അതിന് പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിശ്വാസമാകാം, അന്ധമായിട്ടുള്ളൊരു വിശ്വാസം അത് നല്ലതല്ല, അത് വളരെയധികം മോശം തന്നെയാണ്. കാണുന്നതെല്ലാം ദൈവമെന്ന് പറയൽ, എവിടെയെങ്കിലും ഒരു തുളസി ഉണ്ടെങ്കിൽ അത് ദൈവമെന്ന് പറയൽ, എവിടെയെങ്കിലും ഒരു കല്ലുണ്ടെങ്കിൽ അതിന് പോയിട്ട് കുറച്ച് മഞ്ഞൾ പൂച്ച്, ഇതൊന്നും മോശമാണ്. ഇതൊന്നും ഒരിക്കലും നല്ലതല്ല. നമുക്ക് ഭക്തി വേണം, നമ്മളെ മനസ്സിലാണ് ഭക്തി വേണ്ടത്. അല്ലാതെ ഈ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് കുറേ ഇത് ചെയ്താലോ കരഞ്ഞാലോ ഇല്ലെങ്കിൽ ഇതുപോലെ ജ്യോതിഷിൻ്റെ ഭാഗം കേട്ട് കുറേ വലിയ വലിയ പൂജകൾ ചെയ്താലോ അവർ കമ്മീഷൻ അടിക്കുന്നല്ലാതെ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ യാതൊരു ഗുണവും കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് നിങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ ഈ പിന്നെ സാമീനെ മാത്രമല്ല പറയുന്നത്, ഇനി എല്ലാവരും ഉണ്ട്. അതായത് വിശ്വാസം അന്ധവിശ്വാസം കൊണ്ട് ഭ്രാന്തായി പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തനിയാവർത്തന യുഗത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നത്. പഴയ തനിയാവർത്തന യുഗം നിങ്ങൾക്കറിയില്ലേ, ചങ്ങലക്കിട്ട ഒരു അമ്മാവൻ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം മങ്ങിയ ഒരു വീട്, ആടെ 3-4 പിന്നെ ആൾക്കാർ ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് ഒരു ജോലിക്കും പോകാതെ കുറേ ആൾക്കാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവർക്കും വരെ വെട്ടുണ്ടാകും. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ബാബുവേട്ടൻ. ഓട്ടോ ഓടിക്കുന്ന ബാബുവേട്ടന് തോന്നി ഓട്ടോ ഓടിച്ചിട്ട് കാര്യമില്ല, പെട്രോളിന് വില കൂടുതലാന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന ബാബുവേട്ടൻ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ ചേച്ചി എന്താ പ്രശ്നം, കുടുംബ പ്രശ്നം അല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്കെല്ലാം അറിയാം ഭക്തേ എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് ബാബുവേട്ടൻ എന്ത് ചെയ്തു, ഇത് നല്ലൊരു പരിപാടിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം എന്നത് ഭക്തിയാണ്. ഭക്തിയിൽ പിടിച്ചാലോ എന്ന് ഞാനും ഇങ്ങനെ ആലോചിക്കല. ഇത്രയും മണ്ടന്മാരുണ്ടടേ നമ്മുടെ ലോകത്ത്. നന്ദി നമസ്കാരം. ഇതെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടോട്ടാ. കാരണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ട് എന്ന് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ചിരിച്ചു കഴിഞ്ഞാൽ അതും കുറ്റാന്നായിരുന്നു.